ഹലോ ഫ്രണ്ട്സ്, കെയർ ക്ലോത്തിങ് സ്റ്റോറിൻ്റെ ഈദ് സ്പെഷ്യൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിൻ്റെ കുറച്ച് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഈദ് ഫെസ്റ്റിവലിൽ നമുക്ക് പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് മൽചന്തേരി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും റെഡിമെയ്ഡ്സിലൊക്കെ നമ്മൾ ഒരുപാട് മൽചന്തേരി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിലാണ് മൽചന്തേരി കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 3XL 4XL വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഷെയ്ഡുകളിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു 4 സെറ്റുകളും കൊണ്ടുവന്നിട്ടുള്ളത്. അത് നല്ല ലെങ്ത്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന സെറ്റാണ്. അപ്പോൾ നമ്മുടെ പ്ലേസ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മണ്ണാർക്കാടാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. പേയ്മെൻറ്റ്സ് ഒക്കെ ഓൺലൈൻ ത്രൂ ആണ്. അതുപോലെ തന്നെ DTDC വഴി, ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ കൊറിയർ ചെയ്യും. ഓർഡർ പ്ലേസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 നമ്പേഴ്സ് അവൈലബിൾ ആണ് സ്ക്രീനിൽ. നിങ്ങൾക്ക് ഇഷ്ടമായ ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക. ആ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോകാം. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടുപോകാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് കാണിക്കാനുള്ളത് നല്ലൊരു റെഡ് ചില്ലി കളറിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ്. നമുക്ക് നിവർത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഓവറോൾ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൽചന്തേരിയാണ്. അപ്പോൾ നെക്കൊക്കെ നല്ല വി നെക്കിൽ നല്ല തിക്കായിട്ടുള്ളൊരു വർക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ്. അതേപോലെ ബോഡിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ബോഡിയിലും നമുക്ക് ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ കണ്ടിന്യൂഷനാണ് വന്നിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 47-48 ഇഞ്ചോളം ടോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടും കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അത്രയും ഒരു ലെങ്ത്ത് കിട്ടും ടോപ്പിന്. അതേപോലെ തന്നെ നമുക്കൊരു 3XL 4XL വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ മൽചന്തേരി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്ലേസിങ്ങോട് കൂടി നമുക്ക് സിൽക്കിലോട്ട് വരുന്നൊരു സെറ്റാണ്. അതായത് സിൽക്കിൻ്റെ പോലെ തന്നെ ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നൊരു സെറ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു നമുക്കൊരു സീസണിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സെറ്റും കൂടെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡാമനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു ഡാമനിലെ വർക്ക് വരുന്നത്. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ത്രെഡിലാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ത്രെഡ് വർക്കും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ ആ ഒരു വർക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഡാമനിൽ. അതേപോലെ ഒരു കട്ടിങ്ങിലാണ് നമുക്ക് കട്ട് വർക്കിലാണ് നമുക്ക് ഏറ്റവും എൻഡ് അവസാനിക്കുന്നത്, ഡാമിന് അവസാനിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഷാൻഡോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ബോട്ടാണ്. സെയിം ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ഇനി സെപ്പറേറ്റ് ലൈനിങ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ മൽചന്തേരിയിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ടോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അതേ ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത്. 2.25 മീറ്ററോളം വരുന്നുണ്ട്. അത്യാവശ്യം വീതി നീളമൊക്കെ ഉള്ള ദുപ്പട്ടയാണ്. അപ്പോൾ ഇത്രയും വർക്കോട് കൂടെ വരുന്ന നല്ലൊരു പാർട്ടി വെയർ സെറ്റാണിത്. ഇതിൽ നമുക്ക് 4 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കളർ ചാർട്ടിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് അതാണ് ഹൈലൈറ്റ് കേട്ടോ. ഇത്രയും വർക്കുള്ള നല്ല പോലെ നമുക്ക് ലെങ്ത് ഒക്കെ കിട്ടുന്ന വിത്ത് ലൈനിങ്ങോട് കൂടെ വന്നിട്ടുള്ള ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1899 ആണ്. 1899 രൂപയായിരിക്കും. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഓൾ ഓവർ കേരള, ഔട്ട് ഓഫ് കേരള ചെറിയൊരു ഷിപ്പ് വരും. വളരെ ചെറിയൊരു ചാർജേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്ത് ചെയ്യുക, ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ നമ്മളെ 2 നമ്പേഴ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ഷെയ്ഡ് കണ്ടു നോക്കാം. അപ്പോൾ അടുത്തൊരു ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മെഹന്തി ഗ്രീനിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഷെയ്ഡിലാണ് കേട്ടോ. അതായത് ഈ ഒരു വർക്കെല്ലാം നമുക്ക് ഈ ഒരു 4 ഷെയ്ഡിലും നല്ല അടിപൊളിയായിട്ട് സ്യൂട്ടാവുന്ന വിധത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 47-48 ഇഞ്ചോളാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത്. മൽചന്തേരിയാണ് മെറ്റീരിയൽ വരുന്നത്. ഏകദേശം ഒരു 3XL 4XL വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും കാണിക്കുന്നത്. നമുക്ക് ഓരോ ഷെയ്ഡിലും വരുമ്പോൾ ഓരോ വിധത്തിലായിരിക്കും ഈ ഒരു സെറ്റിൻ്റെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എടുത്ത് തന്നെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇനി ഇതിൻ്റെ ബോട്ടാണെന്നുണ്ടെങ്കിൽ സെയിം ഷാൻഡോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ലൊരു ബോട്ടാണ്. സെയിം ഈ ഒരു മെഹന്തി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ദുപ്പട്ടയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് കണ്ട പോലെ തന്നെ റെഡിൻ്റെയൊക്കെ പോലെ തന്നെ മൽചന്തേരിയിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ലൊരു ഗ്രീനിൽ തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയും വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു സെറ്റിൻ്റെ അതേ ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് ദുപ്പട്ട അവൈലബിൾ ആയിട്ടുള്ള സെയിം മെറ്റീരിയലിലാണ്. 2.25 മീറ്ററോളം വരുന്നുണ്ട്. നമ്മൾ ആ ടോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അതേ ഒരു വർക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് ദുപ്പട്ടയിലും അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം വീതി നീളമൊക്കെ ഉള്ള ദുപ്പട്ടയാണ്. നമുക്ക് അത്യാവശ്യം ഒരു നല്ലപോലെ ഇടാൻ പറ്റുന്ന ഒരു വീതി നീളമൊക്കെ ഈ ദുപ്പട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1899 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും.
ഓൾ ഓവർ കേരള. ഇഷ്ടമായാലും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ നമ്മുടെ 2 നമ്പറുകൾ ഉണ്ടാവും, അതിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഔട്ട് ഓഫ് കേരള ചെറിയൊരു ഷിപ്പേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ വന്നിട്ടുള്ളൊരു സെറ്റാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഞാൻ അതൊന്ന് നിവർത്തി കാണിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ബ്ലാക്കിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. നമുക്ക് നല്ലൊരു ലൈൻ ചുരിദാറായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ വലിയൊരു തടിയൊന്നും തോന്നിക്കില്ല കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്. പിന്നെ ഇതിൻ്റെ ഒരു വർക്ക് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്കാണ്. പക്ഷെ അതിൽ നമുക്ക് ഗോൾഡൻ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ വർക്കും ഞാനിട്ടതിൻ്റെ ഒരു വർക്കും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വർക്ക് നമുക്കൊരു റോസ് ഗോൾഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് നല്ലൊരു ഗോൾഡിലല്ല, ഒരു റോസ് ഗോൾഡിലാണ് ഈ ഒരു സെറ്റിൻ്റെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് ഹാൻഡ് വർക്കാണ് നമുക്ക് നെക്കിലൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ ഈ ഒരു റോസ് ഗോൾഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ മൽച്ചന്തേരിയിലാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. ബ്ലാക്കിൽ തന്നെ ഷാൻഡോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ബോട്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇനി ദുപ്പട്ടയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സെയിം ബ്ലാക്കിൽ തന്നെ വന്നിട്ടുള്ള മൽച്ചന്തേരിയിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഈ ഒരു ഷെയ്ഡും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പോയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു 4 ഷെയ്ഡും ഉണ്ടല്ലോ, 4 ഷെയ്ഡിലും ഇതിൽ വന്നിട്ടുള്ള ഒരു വർക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സ്യൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡും കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗ്രീനിൻ്റെ അതേപോലെ തന്നെ യെല്ലോൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു ഷെയ്ഡ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു സെറ്റിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം മൽച്ചന്തേരിയിൽ തന്നെയാണ് ലാസ്റ്റ് ഈ ഒരു ഷെയ്ഡും കാണിക്കുന്നത്. നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താലാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 47-48 ഇഞ്ചോളം ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ഒരു മൽച്ചന്തേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് തടി തോന്നിക്കുന്നതല്ല. പിന്നെ ഈ ഒരു വർക്കും നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു കാഷ്വലായിട്ട് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. ഒരുപാട് ഹെവി ഒന്നും അല്ല, അതേപോലെ തന്നെ പറ്റ കുറഞ്ഞ ആ ഒരു ടൈപ്പും അല്ല. ഡാമിലൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബേസ് വരുന്ന ത്രെഡിലും പിന്നെ ആ ഒരു ത്രെഡിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് നമുക്ക് ബീഡ്സിൻ്റെ ഒരു വർക്കാണ് കേട്ടോ. അതായത് ആ കട്ട് ബീഡ്സിൻ്റെ ഷുഗർ ബീഡ്സിൻ്റെ ഒക്കെ ഒരു വർക്കാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. മാത്രമല്ല നമുക്കൊരു 4XL വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബോട്ടാണെന്നുണ്ടെങ്കിലും സെയിം ഷാൻഡോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ബോട്ടാണ്. നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ഷാൻഡോണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ദുപ്പട്ടയാണെന്നുണ്ടെങ്കിലും സെയിം ഒരു കളറിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. മൽച്ചന്തേരിയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. 1895 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത്. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓൾ ഓവർ കേരള. ഔട്ട് ഓഫ് കേരള ചെറിയൊരു ഷിപ്പ് വരുന്നുണ്ടാവും. ചെറുതേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ഷിപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല, വളരെ ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ നമ്മുടെ 2 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ആ 2ൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഈദിൻ്റെ കളക്ഷനായിട്ട് പുതിയ പുതിയ മോഡൽസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. നമുക്ക് റീസെല്ലേഴ്സിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും റീസെല്ലേഴ്സ് ആയിട്ടുള്ളവർക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇനി കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും, കാരണം സീസൺ അതിനെക്കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് റീസെല്ലേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് മെസ്സേജ് ചെയ്യുക. മാത്രമല്ല പുതിയതായിട്ട് റീസെല്ലർ ആവാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.